പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അമ്മയുടെ ജീവിതാനുഭവത്തോട് ചേർന്ന് ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്ത, ടേൺ യുവർ പ്രോബ്ലംസ് ഇൻടു പോസിബിലിറ്റീസ്. ഗ്ലോറിയ turned her sorrows into songs. ഗ്ലോറിയ മോൾ അവിടെ വേദകളെ പാട്ടുകളാക്കി തീർന്നു. She turned her pain into projects. അവളുടെ വേദനകളെ അവൾ പ്രോജക്റ്റാക്കി തീർത്തു. She turned her problems into possibilities. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അവൾ പദ്ധതികളാക്കി തീർത്തു. ഇന്ന് ഈ മാളിക മുറിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നതായ പ്രിയപ്പെട്ടവരോട്, നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പദ്ധതികളാക്കി തീർക്കുന്ന ഒരു ദൈവം ഈ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വന്നതുപോലെ മടങ്ങിപ്പോകാതെ ആ സാധ്യതകളുടെ മുമ്പിൽ, പദ്ധതികളുടെ മുമ്പിൽ സ്തോത്രം പറഞ്ഞ് മടങ്ങിപ്പോകാൻ കർത്താവ് ഇടയാക്കട്ടെ. നമുക്കൊരു വേദഭാവം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം, അതിൻ്റെ 13-14 വാക്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. അതിന് മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. മതി. നീണ്ട 430 വർഷത്തെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ, തൻ്റെ ജനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു സാധാരണക്കാരനായ ആത്മായ നേതാവായിരുന്നു മോശ. മോശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തുവാ? വെള്ളത്തിൽ നിന്ന് വലിച്ച. ആ പേര് കൊടുത്തത് മോശയുടെ അപ്പനാണോ അമ്മയാണോ സഹോദരനാണോ? ആരാ കൊടുത്തത്? ഫറവോന്റെ പുത്രി ആണ് ആ പേര് കൊടുത്തത്. മോശ ജനിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രാജകീയ നിയമം പ്രാബല്യത്തിലുണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു ആ നിയമം? ജനിക്കുന്നതായ എബ്രായ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? നീലനദി മുക്കിക്കൊല്ലണം. രാജനിയമം നിലനിൽക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ മൂക്കിൻ്റെ താഴെ രാജകുമാരനെ പോലെ പരിപാലിച്ചതായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. ആരൊക്കെ നിനക്കെതിരായി വിധി എഴുതിയാലും സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. 30 ലക്ഷം ജനങ്ങൾ, 28 എന്നിടത്തുണ്ട്, 32 എന്നിടത്തുണ്ട്, 30 എന്നുണ്ട്. അവിടെ അതിന് ആവറേജ് എടുത്താൽ 30 ലക്ഷം ജനം വലിയ ആർപ്പോട് കൂടിയാണ് പോകുന്നത്. വലിയ സന്തോഷം പാട്ടുപാടി ഈ വലിയ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തോടു കൂടി പോവുകയാണ്. പക്ഷെ ആ ആർപ്പ് അധിക നാൾ നിന്നില്ല. ക്രിസ്തീയ ജീവിതം ഡള്ളപ്മെത്തയുടെ അനുഭവമല്ല. വേദനയുടെ പുറത്ത് കിടന്ന് ഡള്ളപ്മെത്തയുടെ പുറത്ത് തുള്ളുന്ന പോലെ തുള്ളിക്കുന്നതായ ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. ഇവിടെ യാത്രയെ തടഞ്ഞതായിരിക്കുന്നതായ ഒരു മാർഗതടസ്സം, അതെന്തുവാ? ചെങ്കടൽ. 12 മൈൽ വീതി, 270 അടി ആഴമുള്ളതായിരിക്കുന്നതായ ചെങ്കടലിലെ തിരകൾ നിന്നെ ഇനി മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആർത്തട്ടഹസിക്കും. 2 സൈഡിലും പർവ്വത ശിഖരങ്ങൾ. എന്നാൽ പുറകോട്ട് പോകാമെന്ന് വിചാരിച്ച് പുറകോട്ട് തിരിഞ്ഞപ്പോൾ അവിടെ എന്തുവാ? ഫറവോൻ യുദ്ധസന്നാഹത്തോടുകൂടി വരിക, 4 സൈഡും ബ്ലോക്ക് ചെയ്തു. ഇനിയും രക്ഷയില്ല എന്ന് തോന്നിയപ്പോൾ ഈ 30 ലക്ഷം ജനങ്ങളും മോശയ്ക്കെതിരായി തീർന്നു. ഇതാണ് എപ്പോഴും ജനത്തിന് വരുന്നതായിരിക്കുന്ന ഭൂരിപക്ഷം പ്രതിസന്ധിയുടെ നടുവിൽ എപ്പോഴും എതിരാവും.
ദൈവവിളി കേട്ടവൻ മാത്രമേ ഒറ്റയ്ക്ക് കാണുകയുള്ളൂ. മോശയോട് ചോദിച്ചു, എന്തിനാ എങ്ങനെ കൊണ്ടുപോകുന്നോ, ഈ മരുഭൂമി കൊല്ലാനാന്നോ, അങ്ങനാന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. എന്നാൽ മോശയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്നെ വിളിച്ചിറക്കിയ ദൈവം അവൻ മരുഭൂമിയിൽ ഇട്ടേച്ച് പോകുന്ന ദൈവമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മോശ നടന്നറിയാമോ, മോശ 30 ലക്ഷം ജനത്തെ നോക്കാതെ മുകളിലേക്ക് നോക്കി. പ്രിയ ദൈവത്തിലെ ലോകത്തിന് മുമ്പിൽ നോക്കാതെ, ലോകമനുഷ്യരുടെ മുഖത്ത് നോക്കാതെ, നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊള്ളു. അങ്ങനെ നോക്കിയതായ ദാവീദ് പാടി, അവങ്കിലേക്ക് നോക്കിയവർ ജയനല്ലേ, സ്തോത്രം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രക്ഷിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയുടെ മുമ്പിൽ ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നാളുകളായി കടുങ്കട്ടിൻ്റെ മുമ്പിൽ വേദന അനുഭവിക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ. വിടുവിക്കപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം സത്യമാണെങ്കിൽ വിടുവിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ 4 സൈഡും ബ്ലോക്ക് ചെയ്യുവാൻ ശത്രുവിന് കഴിയും. നിന്നെ മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ 4 സൈഡും കൊട്ടിയടയ്ക്കാൻ ശത്രുവിന് കഴിയും. എന്നാൽ 4 സൈഡും കൊട്ടിയടയ്ക്കപ്പെട്ടാലും ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത ഒരു പുതിയ പാത തുറന്ന് നിന്നെ ജയാളിയായി നടത്തുന്ന ദൈവം, ആ ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് പറയുമ്പോൾ ദൈവാത്മാവ് പറയും, ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് യുവർ ലൈഫ്, ദിസ് ഈസ് എ ന്യൂ ബിഗിനിങ്. ഒരു പുതിയ തുടക്കത്തിന്റെ ദിവസമാണ് ഇന്ന്. ഹല്ലേലൂയ. ദൈവസേനയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചതായിരിക്കുന്ന മോശയുടെ മുമ്പിൽ ദൈവം പ്രവർത്തിച്ചതായിരിക്കുന്ന പ്രവൃത്തികൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നുപോയി. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് 3 കാര്യം ഈ വേദഭാഗത്തുനിന്ന് ഞാൻ ഓടിച്ചെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ 3 കാര്യം മോശ ചെയ്തു. ഒന്ന്, മോസസ് എൻട്രൻച്ച്ഡ് ദ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. ഉലഞ്ഞു പോയതായ ബന്ധത്തെ മോശ ഊട്ടി ഉറപ്പിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും വിചാരിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ആ തടസ്സം, ഞാനങ്ങനെ അതൊന്നും ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. എങ്കിലും ചില ബന്ധങ്ങൾ കുലച്ചിലുണ്ടായെങ്കിൽ അവിടെ അനുഗ്രഹം തട്ടി നീക്കും. ഹല്ലേലൂയ. മോശയ്ക്ക് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജനത്തെ കൊണ്ടുവന്നത് അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കാമായിരുന്നു. മോശ അങ്ങനെ വിചാരിച്ചില്ല. മോശ ആ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് മുൻകൈ എടുത്തു. അതാണ് ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി. പോന്നവൻ പോകട്ടെന്ന് പറയുന്നവൻ നേതാവല്ല, പോന്നവനെ കൂട്ടിക്കൊണ്ടുവരുന്നവനാണ് നേതാവ്. അത് നീ ഒന്ന് താണു കൊടുത്താലും അത് ദൈവസേനയിൽ നിനക്ക് വിലയേറിയതായിരിക്കും. ഹല്ലേലൂയ. WCCയുടെ മുൻ ഡയറക്ടർ ഡോക്ടർ ബ്രൂസ് ഭക്തിക്ക് കൊടുത്തതായ ഒരു നല്ല ഡെഫിനിഷനുണ്ട്. ദ ഷോർട്ടസ്റ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് ഡെഫിനിഷൻ. ഏറ്റവും ചുരുങ്ങിയതായ മനോഹരമായിരിക്കുന്ന ഡെഫിനിഷനുണ്ട്. അതെന്നറിയാമോ? ഗോഡ്ലിനെസ് ഈസ് റൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ മോളെ. ഗോഡ്ലിനെസ് ഈസ് റൈറ്റ് റിലേഷൻ. ദൈവഭക്തി എന്ന് പറയുന്നത് ശരിയായ ബന്ധം. ഹല്ലേലൂയ. ശിഥിലീകരിക്കപ്പെട്ട ബന്ധങ്ങളുടെ മറവിൽ ഭക്തിയുടെ പ്രകടനങ്ങൾ കാണിക്കുന്നതായ ഒരു വലിയ കൂട്ടം ഈ കാലഘട്ടത്തിൽ ഉണ്ട്. അതാണ് ക്രൈസ്തവ കോളപത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച. ദൈവം ഇറങ്ങി വരണമെങ്കിൽ, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ ബന്ധങ്ങളെ നീ ഊട്ടി ഉറപ്പിക്കണം. ഒരു സോറി പറയാൻ മനസ്സില്ലാത്തവൻ, വേട്ടമല പീൽപോസ് ഉപദേശി കേട്ടിട്ടുണ്ടോ? 1973 ഞങ്ങളുടെ വീട്ടിലെ കൂട്ടായ്മയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ചെറിയ ചെറിയ ഈ പോയിന്റുകൾ ഞാൻ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിരപ്പ് പ്രാപിക്കാൻ മനസ്സില്ലാത്തവൻ
പ്രാർത്ഥിക്കാനിട്ടിരിക്കുന്ന പാ മടക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ കിട്ടി? നിരപ്പ് പ്രാപിക്കാൻ മനസ്സില്ലാത്തവൻ പ്രാർത്ഥിക്കാനിട്ടിരിക്കുന്ന പാ എടുത്ത് മടക്കി വെച്ചേക്കാൻ. നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ബന്ധങ്ങൾ ശരിയായിരിക്കണം. 1995 മാരാമൻ കൺവെൻഷൻ്റെ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി നമ്മുടെ മാരാമൻ റിട്രീറ്റ് സെൻ്ററിൽ കൊണ്ട് പാർക്ക് ചെയ്തു. അങ്ങോട്ട് പോകുമ്പോൾ ഇവിടേക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായ ഒരു വലിയ പ്രസിദ്ധനായ പ്രഗത്ഭനായ ദൈവദാസൻ സ്കൂട്ടറിൽ അവിടെ വന്നു. അതായത് സ്കൂട്ടർ അവിടെ വെച്ചിട്ട് ധൃതിയിൽ ബൈബിൾ ക്ലാസ് സ്ഥലത്തേക്ക് പോവുക. പക്ഷേ സ്കൂട്ടർ ഈ മണപ്പുറത്ത് ഉറയ്ക്കാതെ അത് മറിയാൻ തുടങ്ങും. മറിയുന്ന ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് ആ സ്കൂട്ടറിന് വേണ്ടി ഇങ്ങനെ കൈ കൊടുത്തു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ സ്കൂട്ടറിൻ്റെ ഫുൾ വെയിറ്റ് എൻ്റെ കൈയുടെ വെള്ളയിലാണ്. എന്തെന്ന് അറിയാമോ? അവൾ ഇത് ഇങ്ങോട്ട് മടങ്ങി വന്ന് എൻ്റെ കൈക്കിട്ടുള്ള ഒരു വെട്ടിച്ച് പോടാ പട്ടി. എൻ്റെ ഞരമ്പുകളങ്ങ് തിളച്ചു. ഞാൻ കൈ ചുരുട്ടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് പറഞ്ഞു, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. മർത്തോമാ സഭയിലെ അഭിയന്ന പീലക്സുനോ സിരിമേനി ഈ റിട്രീറ്റ് സെൻ്ററിൽ നിന്ന് ബൈബിൾ ക്ലാസ് സ്ഥലത്തേക്ക് നടന്നു വരുന്നത് എൻ്റെ സമീപത്തുകൂടിയാണ് നടന്നു വരുന്നത്. പെട്ടെന്ന് എൻ്റെ ഭാര്യ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പോട്ടെ, അദ്ദേഹത്തിൻ്റെ അവ്യയം കൊണ്ട് പറഞ്ഞു പോയതാ, സാരമില്ല. എന്തിനാ അദ്ദേഹം അങ്ങനെ എന്നെ വിളിച്ചു? എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സാ വാചാ കർമ്മണ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരാഴ്ച മുഴുവൻ അവിടുത്തെ പ്രസംഗം കേട്ടത്, ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, നോട്ട് കുറിച്ചെടുത്തത് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഭാരം വെച്ചുകൊണ്ടാണ്. അതിൻ്റെ പിറ്റേ ആഴ്ച മാവേലിക്കര തഴക്കര മർത്തോമ പള്ളിയിൽ ഞാൻ പ്രസംഗിക്കും. ആ പ്രസംഗത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിന്നോട് ക്ഷമ ചോദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പാപമാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, നിന്നോട് ക്ഷമ ചോദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പാപമാണ്. നിന്നോട് ക്ഷമ ചോദിക്കാതെ തന്നെ നീ ക്ഷമിക്കാൻ ബാധ്യസ്ഥനാകുന്നു. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വാ പൂട്ടി, കണ്ണുകൾ അടച്ചു, സംസാരിക്കാൻ കഴിയാതെ ഞാൻ പുൽപ്പിറ്റിൽ ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട പട്ടക്കാരൻ എഴുന്നേറ്റ് ചോദിച്ചു എന്നോട്, ഈ വെള്ളം വേണോ? ഞാൻ കൈകൊണ്ട് കാണിച്ച് വെള്ളം വേണ്ട. ജനങ്ങളെല്ലാം എന്ത് സംഭവിച്ചു എന്നറിയാൻ വയ്യാതെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? നീ ഇപ്പം എന്താ പറഞ്ഞത്? കഴിഞ്ഞ 2 ആഴ്ച നിൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഈ ഭാരം എന്തിനാ? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് കിട്ടുന്ന അടുത്ത അവസരം ഞാൻ അങ്ങോട്ട് ചെന്ന് ആ ദൈവദാസനോട് ക്ഷമ ചോദിച്ചോളാം. ക്ഷമ ചോദിക്കാമെന്ന് പറ്റിയപ്പോൾ എൻ്റെ കണ്ണു തുറന്നു, വാ തുറന്നു. അന്ന് രാത്രി എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തി. കൺവെൻഷൻ എല്ലാം കഴിഞ്ഞ്, ഭക്ഷണം എല്ലാം കഴിഞ്ഞ്, അന്നത്തെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ 10-11 മണിയൊക്കെ ആകില്ല തീരുമ്പോൾ. രാത്രി 7 മണി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞുമോളെ, ഞാൻ ആ ദൈവദാസനോട് പോയി ക്ഷമ ചോദിക്കാൻ പോകുന്നു. ഇവളങ്ങ് പിണങ്ങി പറഞ്ഞാൽ ഇവളങ്ങ് പുലി പോലായി. ഇവള് ചോദിച്ചാൽ നമ്മുടെ പുരുഷനല്ലയോ, കുടുംബത്തിൽ പറഞ്ഞവനല്ലയോ, നട്ടല്ലയോ, 10-25 വർഷക്കാലം എൻ്റെ കൂടെ ജീവിച്ച എൻ്റെ ഭാര്യ അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് 100 പ്രസംഗം നടത്തുക. ഇങ്ങനെ ചില പെണ്ണുങ്ങൾ പല പള്ളികളിലുമുണ്ട്. നിങ്ങൾ ഓർത്തോണം, ബഹുഭൂരിപക്ഷം പള്ളികളിലും പ്രശ്നത്തിൻ്റെ പിൻപുറത്ത് 3 സ്ത്രീകളാണ്. ഒന്ന് ട്രസ്റ്റിയുടെ ഭാര്യ, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞ പൊതുവെയുള്ള ഭാര്യ അല്ലേ അച്ഛാ, ട്രസ്റ്റിയുടെ ഭാര്യ, സേവ്യ സംഘത്തിൻ്റെ സെക്രട്ടറി, ഇങ്ങനെ 2-3 എണ്ണം ഈ ഭർത്താക്കന്മാരുടെ ചെവിയിൽ ഇങ്ങനെ ഓതി വിട്ടുകൊടുക്കരുത് വെച്ചാൽ ഇങ്ങനെ പിമ്പിരി കയറ്റിക്കൊണ്ടിരിക്കുന്നതായ ആൾക്കാർ. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപേ ഞാനും ഭാര്യയും കൂടി ഇങ്ങനെ കൈ കൊടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പരിപാടിയാണ്. ഞാനിങ്ങനെ അവിടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇന്ന് രാത്രി സൂര്യൻ ഉദിക്കുന്നതിന് മുന്നമേ എൻ്റെ ഭാര്യയ്ക്ക് നീ ഒരു മാനസാന്തരം കൊടുക്കണം. കാര്യം ഞാൻ ക്ഷമ ചോദിച്ചു വന്നാൽ ഇവള് പറയുന്നുണ്ട് അയാളുടെ അടുക്കൽ തോറ്റച്ച എൻ്റെ അടുക്കൽ. നേരം വെളുത്തപ്പോൾ എൻ്റെ ഭാര്യ പറയും, നമ്മൾ ഈ പുസ്തകമായി നടക്കുന്ന ആളല്ലേ, നമ്മൾ എന്ന് അങ്ങോട്ട് എന്ന് ക്ഷമ ചോദിച്ചാലും ദൈവസേനയിൽ മാന്യതയാ. ആരാണ് ഭാര്യ? അവളാണ് ഭാര്യ. എനിക്ക് തന്നെ പോയി ക്ഷമ ചോദിക്കാൻ ധൈര്യമില്ലാത്തതിന് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് 13, 12, 25 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ആ ദൈവദാസൻ്റെ ഇടയ്ക്ക് ചെന്ന് പറഞ്ഞു, എന്തിനങ്ങ് ആ വാക്ക് ഉപയോഗിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും എന്നിൽ നിന്ന് തെറ്റ് വന്നിട്ടായിരിക്കുമല്ലോ, ദൈവനാമത്തെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, ഇറങ്ങടാ പട്ടി എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് തന്ന ഒരാലോചന മുമ്പിൽ ഞാൻ കാല് പിടിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഇരിപ്പുറത്തുനിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുക്കിലേക്ക് വന്നു. എൻ്റെ കൂട്ടുകാരൻ എന്നെയും പിടിച്ചുകൊണ്ട് വെളിയിലിറങ്ങി. ഇനി ഞാൻ പറയുന്നത്, മക്കൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കാത് കൂർപ്പിച്ച് കേൾക്കണം. എനിക്ക് 2 ആൺകുഞ്ഞുങ്ങളാണ്. ആ 2 ആൺകുഞ്ഞുങ്ങളെ കൊമ്പാടിയിൽ നടക്കുന്നതായ കുട്ടികളുടെ ഒരു പ്രത്യേക മീറ്റിങ്ങിന് കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് ക്ഷമ ചോദിക്കാൻ പോയത്. കുഞ്ഞുങ്ങളുടെ മീറ്റിംഗ് 4 മണി വരെയുണ്ട്. അതുകൊണ്ട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള സമയം ഞാൻ സഭാ ഓഫീസിലും സുവിശേഷ സംഘത്തിൻ്റെ ഓഫീസിലുമായി ഇങ്ങനെ ചിലവഴിച്ചു. 4 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ കൊമ്പാടി വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്ത് വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ നിക്കോൾസൺ സ്കൂളിൻ്റെ പടിക്ക് വെച്ച് എൻ്റെ മൂത്ത മോൻ പറഞ്ഞു, പപ്പ ഇന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ചോദിച്ചു, എന്താ മോനെ? പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യുവാൻ തീരുമാനമെടുത്ത് ഞാൻ ഡിസിഷൻ കാർഡ് ബഹുമാനപ്പെട്ട CK മാത്തച്ഛൻ്റെ കയ്യിൽ എഴുതി കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി സൈഡിലോട്ട് ഒതുക്കി ഇവനെ ഞാൻ കെട്ടിപ്പിടിച്ചു. കുഞ്ഞുങ്ങളെ 2 പേരും കെട്ടിപ്പിടിച്ച് വലിയ വായിക്കറിയാൻ തുടങ്ങി. കാര്യം എന്തറിയാമോ? വർഷങ്ങളായി ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ദൈവം തമ്പുരാനെ, ലോകം മുഴുവനും നിൻ്റെ വചനമായി നടന്നിട്ട് എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗിച്ചതിൻ്റെ സാങ്കത്യം എന്താണ്? എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണമേ. പക്ഷേ അവൻ്റെ ജനീല ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുക. അനുഗ്രഹം ഈ കല്ല് തട്ടി പുറയിലേക്ക് പോയി. ഇന്ന് മോനെ, അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങൾ വെച്ച ചില കല്ല് ഇന്ന് മനഃപൂർവ്വം ഒന്ന് എടുത്ത് മാറ്റാമെങ്കിൽ നാളെ പ്രഭാതത്തിൽ നിൻ്റെ വീട്ടിൽ ഒരു അനുഗ്രഹം വന്നു കയറും. നാളുകളായി നീ പ്രാർത്ഥിച്ചത് വിഷയത്തിന് മുമ്പിൽ ഒരു വലിയ ഉത്തരവുമായി ദൈവത്തിൻ്റെ ദൂതൻ നിൻ്റെ വീട്ടിൽ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണണമെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളം. ഒരു സോറി പറയാം, പോട്ടെ, വിട്ടുകളാ, ഒന്ന് തോറ്റുകൊടുക്ക്. ആരെന്ത് പറഞ്ഞാലും ഞാൻ തോക്കിയല്ല, അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ പറയരുത്. നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമല്ലാത്ത സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നതായിരിക്കുന്ന ഒരു കുഞ്ഞൻ വൈറസിന് മുമ്പിൽ ഞാൻ തോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കാൽവറി ക്രൂശിൽ എൻ്റെ തമ്പുരാൻ തോറ്റത് കൊണ്ടല്ല ഇന്ന് ഞാൻ ക്രൂശിൽ അഭിമാനം കൊള്ളുന്നത്. തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇന്നൊന്ന് തോറ്റുകൊടുക്ക്. ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ദൈവാത്മാവ് ചിലരെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നിങ്ങളോട് പ്രയാസമുള്ളവർ, മോനെ, നിങ്ങൾക്ക് പ്രയാസമുള്ളവർ, ദൈവാത്മാവ് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ പറ, ഈ വ്യക്തിയോട് ഞാൻ നിരന്നുകൊള്ളാമെന്ന് പറ. നാളെ ഒരനുഗ്രഹം ദൂതൻ നിൻ്റെ കൈ കൊണ്ട് തരും. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ 1, ഉലഞ്ഞുപോയതായ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. 2, മോസസ് എൻകറേജ്ഡ് ദ കോ ട്രാവലേഴ്സ്. സഹയാത്രികരെ മോശ എൻകറേജ് ചെയ്തു. എൻകറേജ് ചെയ്തു പറഞ്ഞാൽ എന്തുവാ? പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് അവരൻ്റെ വേദന ആഘോഷിക്കുന്ന ഒരു ലോകമെന്ന്, അല്ലേ? ഒരാൾക്കൊരു വേദന ഉണ്ടെങ്കിൽ ഉടനെ താനേ അത് അങ്ങ് ആഘോഷിക്കാൻ ഫേസ്ബുക്കിലിട്ട് വാട്സപ്പിലിട്ട് അതിന് വേണ്ടി പൊടിപ്പും തൊങ്ങലും ഒക്കെ കൂട്ടിച്ചേർത്ത് എന്തോ കലാപരമായിട്ട് ആഘോഷിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കരുത്. വീണുപോയതായിരിക്കുന്ന ഒരു മനുഷ്യനൊരു കൈത്താങ്ങൽ കൊടുക്കുക. തോറ്റുപോയതായിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് സാരമില്ല മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറ. ചെറിയൊരു പ്രോത്സാഹനം കൊടുക്ക്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല. ഇന്നത്തെ വേദന തിന്മയ്ക്കല്ല. ഇന്ന് നീ അനുഭവിക്കുന്ന വേദനയുടെ പിൻപിൽ തമ്പുരാനോട് മഹത്വം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ മഹത്വം കാണണമെങ്കിൽ ഈ വേദനയിൽ കൂടെ പോയെങ്കിലേ മതിയാകുകയുള്ളൂ. ഒന്ന് എൻകറേജ് കൊടുക്കുന്നുണ്ട്. ഞാൻ 1972 ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഞാൻ രക്ഷിക്കപ്പെടുന്നു. 14-ാം തീയതി 28-ാം തീയതി രാത്രിയിൽ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ലീഡർ പറഞ്ഞു, അടുത്ത ആഴ്ച ബാഹുക്കുട്ടി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കും. ഞാൻ കോളേജിലും സ്കൂളിലും ഒക്കെ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് പ്രസംഗത്തെ പറ്റി ഭയമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ തോന്നി. അന്ന് ഇന്ന് ഞാൻ ഒരുപാട് വായിക്കും, ഒരുപാട് എഴുതും, പ്രസംഗം നല്ലപോലെ അങ്ങ് എഴുതും.
അപ്പോൾ ആദ്യത്തെ പ്രസംഗം ശൗലിൻ്റെ മാനസാന്തരം. അത് ഞാൻ നല്ലപോലൊക്കെ എഴുതി, നല്ല രസകരമായി എഴുതി, പല പ്രാവശ്യം ഉരുവിട്ട് ഹൃദിസ്ഥമാക്കി. ഞങ്ങളുടെ വീട്ടിൽ ഒരു കണ്ണാടി ഉണ്ട്. ആ കണ്ണാടി ഞാൻ പ്രസംഗിച്ച് പ്രാക്ടീസ് ചെയ്യും. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്താ? അപ്പോൾ ഈ കണ്ണാടി നോക്കി പറഞ്ഞോട് തരക്കേടില്ല, ഉഗ്രം പ്രസംഗം. ഇത്രയും നാൾ പ്രസംഗിച്ച് 70 വയസ്സ് കഴിഞ്ഞ അപ്പച്ചന്മാരാണ്. ഞാൻ ചെറുപ്പക്കാരൻ, നല്ല ഭാഷ, നല്ല ആക്ഷൻ, നല്ല സൗണ്ട്. എനിക്ക് തന്നെ താൻ എൻ്റെ പ്രസംഗത്തെപ്പറ്റി വലിയ മതിപ്പുണ്ടായി. അന്ന് ഞങ്ങളുടെ കൂട്ടായ്മ 450 പേരുണ്ട്. ഇടിക്കുന്ന പലരും അന്നത്തെ കൂട്ടായ്മയെ സംബന്ധിച്ചിട്ടുണ്ട്. പാട്ടുപാടി പ്രാർത്ഥിച്ചു. കൂട്ടായ്മ ലീഡർ പറഞ്ഞപ്പോൾ നമ്മുടെ ബാബുക്കുട്ടി പ്രസംഗിക്കുന്നതായിരിക്കും. അന്ന് ഞാൻ നല്ലൊരു വെള്ളയുടുപ്പ് തേച്ച് ടിപ്പ് ടോപ്പിലായിരുന്നു. ആദ്യത്തെ പ്രസംഗമല്ലേ. ഞാൻ പ്രസംഗിക്കാൻ എന്നെ ആഹ്വാനം ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ഉടുപ്പൊക്കെ ഒന്ന് കാര്യമായി പിടിച്ചിട്ട് എല്ലാവരെയും നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ഈ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോഴേ കാണാൻ പഠിച്ച് എല്ലാം മറന്നുപോയി. പ്രൈസ് ദി ലോർഡ് കഴിഞ്ഞ് എന്താ പറയേണ്ടത്? എൻ്റെ ഹൃദയം ബും 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 ഇടിക്കാനായിട്ട് തുടങ്ങി. ഈ 450 പേര് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി. ഒരു വാക്ക് പറയാൻ കഴിയാതെ, അടുത്തൊരു വാക്ക് പറയാൻ കഴിയാതെ തോറ്റ് തൊപ്പിയിട്ട് ഞാൻ ആ കൂട്ടായ്മയുടെ നടുവിൽ പോയിരുന്നു. ഞങ്ങളുടെ കൂട്ടായാലും മേലെ ഒരു അപ്പച്ചൻ എന്നെ വലങ്കരം നീട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ 2 കവിളിൽ ഓരോ ചുമ്മനം തന്നു. ഓ, അതായി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. അതായി പുസ്തകം ആടിയാ നിൽക്കുന്നത്. ഇപ്പോഴത്തെ അപ്പച്ചന്മാരാന്ന് എന്താ പറയും? അവൻ അലക്കി തേച്ച ഉടുപ്പ് ഇട്ടോട്ട് വന്നിരിക്കുക. എന്തോ കിട്ടി പറയരുത്. പക്ഷെ ദൈവം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. നീ കോളേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്, സ്റ്റേജ് രാഷ്ട്രീയ സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്, അതൊന്നും ഇവിടെ വില പോകുകയില്ല. എന്നെ കൂടാതെ, ജയനെന്ന് പറഞ്ഞ്, എന്നെ കൂടാതെ ഒന്നും സാധ്യമല്ല. എന്നെ കൂട്ടുപിടിച്ചാൽ നിനക്ക് അസാധ്യമായ പലതും സാധ്യമാകും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മറ്റുള്ളവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന, ദുഃഖിതരായിരിക്കുന്നതായ വ്യക്തികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. മോശ അവിടെ പറയുന്നത് 3 കാര്യം വന്നു. ഡോണ്ട് ബി അഫ്രൈഡ്. നോക്കിയാ 4-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഭയപ്പെടരുത്. 30 കോടി ജനങ്ങളോട് പറഞ്ഞു ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭയപ്പെടാതിരിക്കുന്നത്? 4 സൈഡും അടച്ചിരിക്കുകയല്ലേ. ആണോ? രക്ഷപ്പെടാൻ പഴുതുണ്ടോ? ഇതിനടുത്ത് ഭയപ്പെടേണ്ട എന്ന് പറയാൻ എങ്ങനെ പറ്റും? പക്ഷേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവൻ നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട. 2, സ്റ്റാൻഡ് സ്റ്റിൽ. ഉറച്ചു നിൽക്ക്. ജീവിതത്തിന്റെ ഒഴുക്കിന് നടുവിൽ, വേദനയുടെ നടുവിൽ നിന്റെ കാലിനടിയിലെ മണത്തടികൾ ഒലിച്ചു പോയെന്ന് തോന്നിയാലും ദൈവമേ നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. നിന്റെ കാല് ചെന്ന് മുട്ടുന്നത് ഒരു സ്ഥിരമായ പാറയിലായിരിക്കും. ഹല്ലേലൂയ. എന്തെല്ലാം കോളിളക്കം വന്നാലും, എന്തെല്ലാം പ്രതികൂലം വന്നാലും നീ പതരരുത്. ആ മോൻ്റെ പേരെന്തോ? മോനെ എൽബിൻ. നീ ആരാന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ മുൾപ്പടപ്പിൽ പ്രസാദിച്ചവൻ്റെ പ്രസാദം നിന്റെ നെറുകയിലുണ്ട്. നിന്നെ കൊണ്ട് ദൈവത്തിന് ചില വൻകാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഈ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്നതായ, പിശാചിൻ്റെ ചെങ്കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ 100 കണക്കിന് യുവജനങ്ങളെ നേടുവാൻ ദൈവത്തിന് നിന്റെ മേൽ കൊതിയുണ്ട് മോനെ, കൊതിയുണ്ട്. ഹല്ലേലൂയ. കൊതിയുണ്ട്. പ്രതികൂലം വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, പതറാറുണ്ട്. യെശയ്യാ ദീർഘദർശി പറയുന്ന, സ്ഥിരമാനസ് നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനം. ഓ, അതിനപ്പുറത്തൊരു സമാധാനമില്ല. അതുകൊണ്ട് ഡോണ്ട് ബി അഫ്രൈഡ്. 2, സ്റ്റാൻഡ് സ്റ്റിൽ. 3-ാമത് പറയുന്നത്, സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ്. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ നീ കണ്ടുകൊള്ളുക. രക്ഷ മുന്നിൽ കാണാതെ തമ്പുരാൻ പറയുന്നു, നോക്ക്, രക്ഷ നിന്റെ മുമ്പിലുണ്ട്. അദൃശ്യമായി നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. പക്ഷെങ്കിൽ നീ വിശ്വാസത്തോട് നോക്കിയാൽ അത് നിനക്ക് കാണാൻ സാധിക്കും. ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു രക്ഷ
ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു വാതിൽ, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ തലമുറയ്ക്ക് വേണ്ടി തമ്പുരാൻ തുറക്കാൻ പോയി. വിശ്വസിക്കുന്ന നിങ്ങൾ ഏറ്റെടുത്തോ? സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? തമ്പുരാൻ നിനക്ക് വേണ്ടി അടുത്ത വർഷം ഈ സ്റ്റേജിൽ ഈ സമയത്ത് സ്തോത്രം പറയത്തക്കൊണ്ട് ഒരു നന്മ നിന്റെ വീട്ടിൽ തമ്പുരാൻ ഒരുക്കിയിരിക്കുക. ഹല്ലേലൂയ. തമ്പുരാന്റെ രക്ഷ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ 3 കാര്യം. 1, തകർന്ന ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം. 2, സഹവിശ്വാസികളെ, കൂട്ടുവിശ്വാസികളെ, നിരാശിതരായ തോറ്റുപോയെന്ന് തോന്നുന്നതായ കൂട്ടുവിശ്വാസികളെ നീ പ്രോത്സാഹിപ്പിക്കണം. 3, entreated to the El Shaddai, സർവശക്തന്റെ മുമ്പിൽ കേണപേക്ഷിക്കണം, കരഞ്ഞപേക്ഷിക്കണം. ദൈവത്താൽ അസാധ്യമായത് വല്ലതും ഉണ്ടോ മോനെ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമുണ്ട്. അതെന്നറിയാമോ? തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുകയില്ല. യെരിഹോവിൻ്റെ തെരുവിൽ കൂടി യേശുദമ്പരാൻ ശിഷ്യന്മാരും ഒത്തിങ്ങനെ പോവുക, ധൃതി പോവുക. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഒരു കുരുടൻ ഭിക്ഷക്കാരൻ അവൻ നിലവിളിക്കുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് നീ. സെക്രട്ടറിയും ട്രസ്റ്റിയും കമ്മിറ്റിക്കാരെല്ലാം കൂടെ പറഞ്ഞിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞു. യേശു പോകുന്ന മിണ്ടരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ ചില പുള്ളികളുണ്ട്, കമ്മിറ്റിക്കാരുണ്ട്. ഇവർ മിണ്ടുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് മിണ്ടിക്കും. പക്ഷെ ആവശ്യബോധത്തോടിരിക്കുന്നവൻ കരഞ്ഞോണം. ആരൊക്കെ തർജ്ജനം ചെയ്താലും ആരൊക്കെ കരയെന്ന് പറഞ്ഞാലും ഇവനോടൊറ്റ നിലവിളി, യേശുവേ ദാവീദ് പുത്ര എന്നോട് നീ. അടുത്ത വാക്യം എന്തുവാ? അടുത്ത വാക്യം അല്ല, അടുത്ത വാക്യം. അപ്പോൾ യേശു അവിടെ നിന്നു. എപ്പോൾ? കുരുടനായ മനുഷ്യൻ, ആരോ ഒരു സഹായമില്ലാത്തവൻ, ഏകാന്തപതികൻ, വഴുത്തലയ്ക്ക് മാത്രം ആശ്രയം കണ്ടെത്തിയ ഭിക്ഷാന്തേകി തകർന്ന ഹൃദയത്തോടുകൂടി നിലവിളിച്ചപ്പോൾ എൻ്റെ യേശു അവിടെ നിന്നെങ്കിൽ നിന്റെ കണ്ണുനീരിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. സക്കറിയ എലിസബത്ത് ദമ്പതികൾ, അവർക്കെന്തോ ഇല്ല? കുഞ്ഞുങ്ങളില്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു പുരോഹിതന് കുഞ്ഞുങ്ങളില്ല എങ്കിൽ അദ്ദേഹം അവജ്ഞാപാത്രമാണ്. എല്ലാ അവജ്ഞയും സഹിച്ചുകൊണ്ട് അദ്ദേഹം ദൈവ ശുശ്രൂഷ ചെയ്തു. ഒരു ദിവസം ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ചായമായിട്ട് വരുന്നു. അവിടെ നടപ്പും വരവും കണ്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഇവളിൽ ഇനി ഒരു കുഞ്ഞുണ്ടാകുകയില്ല. തിരിച്ച് ആ കണ്ണാടി നോക്കി തൻ്റെ ശരീരം കണ്ടു, എനിക്കിനി കുഞ്ഞിനെ ജനിപ്പിക്കാൻ സാധ്യമല്ല. മനുഷ്യമായ എല്ലാ സാധ്യതകളും അവസാനിച്ചപ്പോഴും ഭക്തൻ അൾത്താരയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കരയറ്റിയ അതൊക്കെ തൻ്റെ ഹൃദയം തേങ്ങി. തമ്പുരാനെ, ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് ഭാഗ്യമില്ലയോ? ആ കണ്ണുനീ കവിൾക്കടത്തിൽ കൂടെ കണ്ണുനീരിൽ ഒലിച്ച് താഴെ വീഴുന്നതിന് മുന്നേ അൾത്താരയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സക്കറിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് ദൂരെ എന്ന് കാണുന്നതായ പ്രിയ സഹോദര സഹോദരി, നിന്റെ കണ്ണുനീരിന് മുമ്പിൽ ഉത്തരമായി ദൂതൻ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മാനുഷികമായ ബുദ്ധിയിൽ അത്ര അസാധ്യമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരൊറ്റ വ്യക്തിയുമില്ല. ദൈവത്തിന് പൊക്കിയെടുക്കാൻ കഴിയാത്ത ഒരൊറ്റ ആഴവുമില്ല. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരൊറ്റ പ്രശ്നവുമില്ല. നിന്റെ കണ്ണുനീർ എന്നോടുകൂടി നിലവിളിക്ക്, യേശുവേ കരുണ കാണിക്കുമാണ് പറ. എവിടെ നിന്ന് നിലവിളിച്ചാലും, എപ്പോൾ നിലവിളിച്ചാലും, ആര് നിലവിളിച്ചാലും അവൻ്റെ നിലവിളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. Prayer is a perfect communication system. ഞാൻ ജോയിക്കുട്ടിയെ ഫോൺ ചെയ്ത് വിളിച്ചാൽ കഴിഞ്ഞാൽ ജോയിക്കുട്ടി വേറെ ആരോടും സംസാരിക്കാമെന്നെങ്കിൽ അവർ പറയും, എന്തോ പറയും?
എന്ത് ചെയ്യും? ഒന്നുകിൽ പിന്നെ വിളിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയില്ലേ, അല്ലെങ്കിൽ ലൈൻ എൻഗേജ്ഡ് ആയിരിക്കും, ലൈൻ ഫോൾട്ടായിരിക്കും. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒരിക്കലും എൻഗേജ്ഡ് ആകുകയില്ല. ഒരിക്കലും എൻഗേജ്ഡ് ആകുകയില്ല. ഏത് പാതിരാത്രിയിലും 1920 ഓഗസ്റ്റ് മാസം 21 ഫിലദൽഫിയയിൽ നിന്ന് അറ്റ്ലാന്റയ്ക്ക് പോകുന്നതായ പ്ലെയിനിൽ വെച്ച് എനിക്ക് അതിശക്തമായൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എൻ്റെ അടുത്തൊരു അമേരിക്കക്കാരത്തിൽ ലേഡി ഇരിപ്പുണ്ട്. ഞാൻ അവളെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഐ ആം ഡൈയിങ് എന്ന് പറഞ്ഞു. അവൾ എന്നെ നോക്കി എന്ന് പറഞ്ഞു ഒറ്റ അലർച്ച. ഞാൻ വിചാരിച്ചിരിക്കും നമ്മളാണ് അവളാണെന്ന് മരിക്കാൻ പോകുന്നതെന്ന്, ഞാനാണെന്ന് മരിക്കുന്നത്. ഇവിടെ അലറിയ നന്നായി. അവിടെ അലർച്ച കേട്ടുകൊണ്ട് എയർ ഹോസ്റ്റസ് എല്ലാം ഓടി വന്നു. എന്നോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അവരോടും പറഞ്ഞു, ഞാൻ പറഞ്ഞു മരിക്കാൻ പോകുന്നു പറഞ്ഞു. ഇവർ പെട്ടെന്ന് പോയി അനൗൺസ് ചെയ്തു, ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ നേഴ്സസ് ഉണ്ടോ? ആരുമില്ല. ചാട്ടെടുത്ത് നോക്കി, ആരുമില്ല. ഉള്ള തണുത്ത വെള്ളവുമായി മടങ്ങി വന്നു. ആ വെള്ളം ഞാൻ മേടിച്ച് അത് ഇരിക്കേണ്ടിടത്തെടുത്തു. ഞാൻ കണ്ണടച്ചു. എൻ്റെ ശരീരത്തിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് ഞാൻ പ്രവേശിക്കുക. പെട്ടെന്ന് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞാൻ ഓർത്തു. ആ ബോർഡിംഗ് പാസ് എടുത്ത് ഒറ്റ വാദ്യത്തിൽ ഞാൻ എടുത്തെഴുതി, പപ്പ പോകുന്നു, ഇനി നമുക്ക് നിത്യതയിൽ വെച്ച് കാണാം. അതിനിടെ എൻ്റെ ഫുൾ സിഗ്നേച്ചർ ഇട്ടു, അന്നത്തെ ഡേറ്റ് എഴുതി, ആ ടൈം കുറിച്ച് പോക്കറ്റിട്ട് പോയി. കർത്താവേ, ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു പറഞ്ഞു. ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു പറഞ്ഞപ്പോൾ തിളപ്പിച്ച എണ്ണ വീഴുന്നത് പോലെ എൻ്റെ ഉച്ചിയിൽ അതിഭയങ്കരമായൊരു ചൂട്. അതെൻ്റെ നാട്ടിൽ ഞരമ്പുകളിൽ കൂടി അങ്ങ് വ്യാപിക്കുക. ഈ മദാമ എന്നെ ഇങ്ങനെ തൊടുന്നുണ്ട്, ചൂടുണ്ടോ ചത്തോ ഇല്ലയോ. എന്നാൽ മദാമയെ കൂടാതെ ഒരദൃശ്യമായ ശക്തി എന്നെ സ്പർശിച്ചു. നിന്റെ നിലവിളിയുടെ മുമ്പിൽ ഒരദൃശ്യമായ ശക്തി നിന്നെ സന്ദർശിക്കുക തന്നെ ചെയ്യും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നിന്റെ കണ്ണുനീരിന് മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അറ്റ്ലാന്റ എയർപോർട്ടിൽ ഒരു മെസ്സേജ് കൊടുത്തു, സീരിയസ് ഹാർട്ട് അറ്റാക്കുള്ള ചെറുപ്പക്കാരുമായി ഞങ്ങൾ വരുന്നു. പ്ലെയിൻ ലാൻഡ് ചെയ്തപ്പോൾ ഒരു കൂട്ടം സെക്യൂരിറ്റികൾ എന്നെ കോരിയെടുത്തു. അതിവേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 5 ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് 7 മണിക്കൂർ എന്നെ പരിശോധിച്ചു. അവർക്ക് പിടികിട്ടാത്ത ഒരു യാഥാർത്ഥ്യം, ശക്തമായൊരു ബ്ലോക്ക്. ആര് ഓപ്പറേറ്റ് ചെയ്തു, എങ്ങനെ സൗഖ്യം പ്രാപിച്ചു, ഇവൻ എങ്ങനെ വിടുവിച്ചു, അവരുടെ ശാസ്ത്രത്തിന് പിടികിട്ടിയില്ല. തമ്പുരാൻ ഒരു വ്യക്തിയെ തൊട്ടാലോ അനുഗ്രഹം. ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് ദൂതന് മുമ്പിൽ തമ്പുരാൻ ചില വ്യക്തികളെ തൊടുന്നു. ഒരദൃശ്യമായ ശക്തി വ്യാപരിക്കുന്നു, വിടുതലിന്റെ ശക്തി വ്യാപരിക്കുന്നു. നീ സാക്ഷ്യം പറയത്തക്കോണം ഒരുങ്ങിയിരുന്നു, നിന്റെ മേൽ ഒരു അദൃശ്യ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കും. പ്രാർത്ഥിച്ച മോശയോട് ദൈവം 3 കാര്യം പറഞ്ഞു. അതോടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. 3 വാചകം. അതിൻ്റെ 15-ാമത്തെ വാക്യത്തോടെ, ലിഫ്റ്റ് അപ്പ് ദ റോഡ്, വടിയെടുക്കുക. മോശയോട് പറഞ്ഞു, മോശെ കരഞ്ഞത് മതി, നീ വടിയെടുക്കേ. ഏതാ ഈ വടി? 40 വർഷങ്ങൾക്ക് മുന്നമേ ഇത്രോവിൻ്റെ ആടിനെ മേയ്ക്കാൻ മരുഭൂമി കറങ്ങി നടക്കുമ്പോൾ കൈ കരുതലായൊരു വടിയാണ്. 40 വർഷം ആ വടി മോശ കൊണ്ടു നടന്നു. ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിൽ വന്നപ്പോഴും ആ വടി മോശ ഉപേക്ഷിച്ചില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ വിടുവിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. മോശയ്ക്ക് ഒരു സംശയം, വിക്കനായി ഞാൻ ഈ വലിയ സൈന്യത്തിന് മുമ്പിൽ എന്ത് ചെയ്യാനായിട്ടാ? പുറപ്പാട് പുസ്തകം എടുത്ത പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2 മുതൽ താഴോട്ടുള്ള ആ വാക്യങ്ങളെന്ന് വായിച്ചേ. 2, 3, 4 വാക്യം എന്ന് വായിച്ചേ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. യഹോവ അവനോട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടി എന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവൻ നിലത്തിട്ടു, അത് ഒരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. യഹോവ മോശയോട്, നിന്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്ക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു. അത് അവന്റെ കയ്യിൽ വടിയായി തീർന്നു. മറിക്കല്ലേ മോളെ. അപ്പോൾ ഈ വടി ദൈവസേനയിൽ ഇട്ടപ്പോൾ, സമർപ്പിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. താഴോട്ട് വായിക്കുമോ? ഇല്ല, അതിൻ്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. പുറപ്പാട് 4-17 മറിച്ചോ.
അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടി. ഏത് വടിയാ? 40 വർഷം മുമ്പ് ആടിനെ മേയ്ക്കാനായിട്ട് എടുത്തതായ വടി, തൻ്റെ ജീവിതത്തിൻ്റെ കൈപ്പേറിയതായ അനുഭവത്തിൽ കൊണ്ട് നടന്ന വടി, ചുട്ടുപൊള്ളുന്നതായ അനുഭവത്തിൽ കൂടെ നടന്നപ്പോൾ തൻ്റെ കരത്തിൽ കരുതിയതായിരിക്കുന്ന വടി ദൈവകരങ്ങളിൽ സമർപ്പിച്ചപ്പോൾ അതെന്തായി തീർന്നു? അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന വടിയായി തീർന്നു. 20-ാമത്തെ വാക്യം വായിച്ചേ. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രൈം ദേശത്തേക്ക് മടങ്ങി. 4:20. ദൈവത്തിന്റെ വടിയും മോശ കയ്യിൽ. ദൈവത്തിന്റെ വടിയാ. നോക്കിയാ, ഇപ്പൊ ഈ വടി ആളെ വടിയാ. മോനെ, ഈ വടി അവന്റെ വിശ്വാസത്തെ പ്രതിദാനം ചെയ്യുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിനക്ക് പൈതൃകമായി കിട്ടിയത്, ജീവയാത്രയിൽ കിട്ടിയത്, ജീവിതാനുഭവത്തോട് കിട്ടിയതായ ആ കൊച്ചു വിശ്വാസം മുറുകെ പിടിച്ചോ. നിനക്കത് ഭാവിയിൽ യാത്രയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഉതകുക തന്നെ ചെയ്യും. മോശയോട് പറഞ്ഞ ലിഫ്റ്റ് അപ്പ് ദ റോഡ്, നിന്റെ വടി കനത്തിലെടുക്കുക. 2, സ്ട്രെച്ച് യുവർ ഹാൻഡ് ഓവർ ദ പ്രോബ്ലം. മോശയെ ചെങ്കടലിന് നേരെ നീട്ട്. എന്തോ നീട്ടാൻ പറഞ്ഞു? ഇപ്പം ഇവിടെ അടി നടക്കും. ഒരു കൂട്ടർ പറയുന്നു വടിയാന്ന് പറയുന്നു, ഒരു കൂട്ടർ പറയുന്നു. അതിന് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ച്. അപ്പോൾ എന്തോ നീട്ടിയ? വടിയാന്നോ? വടി അവിടെ ഇരിക്കട്ടെ. വടി അവൻ്റെ കൊച്ചു വിശ്വാസം, അല്ല നിൻ്റെ കൂടെ ഇരിക്കട്ടെ. പക്ഷെ ഇപ്പം നിന്നെ മുന്നോട്ട് വിടാൻ തടസ്സമായി നിൽക്കുന്നതായ ചെങ്കടലുണ്ടല്ലോ, അതിനെ നേരെ നീട്ടണം. നിൻ്റെ വടിയല്ല, എന്ത് കിട്ടണം? നിൻ്റെ കരം നീട്ടണം. എന്ത് സംഭവിച്ചു? 22-ാമത്തെ വാക്യം. അതിൻ്റെ അവരുടെ ഇടത്തും വലത്തും വെള്ളം എങ്ങനായി നിന്നു? ഒരു സ്തോത്രം പറയാൻ പറ്റും. ഹല്ലേലൂയ. ഇടത്തും വലത്തും ചെറുപോലും മതിലായി നിന്നു. ഇനിയോ ചോദ്യം, ഈ വെള്ളം വഴിമാറിക്കൊടുത്തത് മോശയുടെ കൈയുടെ ശക്തി കൊണ്ടാണോ അതോ വടിയുടെ ശക്തി കൊണ്ടാണോ? വിശ്വാസം, വടി അല്ലേ? ഒരു വാക്യം വായിച്ച് യെശയ്യാ പ്രവാചന പുസ്തകം 63-ാം അധ്യായം 12-ാമത്തെ വാക്യം. യെശയ്യാവ് 63:12. ഇതേത് സംഭവമാണ്? ചെങ്കടൽ വിളർന്ന അല്ലേ? അപ്പം ഈ വെള്ളം വിഭജിക്കപ്പെടുവാനുള്ള കാരണം ദീർഘദർശിയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിക്കൊണ്ട് പറയാം. എന്തോ ഒന്നുകൂടെ വായിച്ച്. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. ഇങ്ങോട്ട് നോക്കിയേ, മോശ കരം നീട്ടിയപ്പോൾ ഒരദൃശ്യമായ കാര്യം അവിടെ പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലായോ? വിശ്വാസത്തോടുകൂടി ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് നീ കരം നീട്ടിയാൽ ഉറപ്പായിട്ട് അവിടെ ഒരു അദൃശ്യകരം പ്രത്യക്ഷപ്പെട്ടു. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നീ കരം നീട്ടിക്കോ, വിശ്വാസത്തോടുകൂടി കരം നീട്ടിക്കോ, അവിടെ ദൈവത്തിന്റെ അദൃശ്യമായ കരം പ്രത്യക്ഷപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇനി ചോദിക്കട്ടെ, ഈ വെള്ളം മാറിയപ്പോൾ എന്തോ ആയിട്ട് കണ്ടതാ? ചതുപ്പ് നിലമാണോ ഉണങ്ങിയ നിലമാണോ? സാധാരണയായി വെള്ളം മാറിയാൽ ഉടൻ കാണുന്നത് എന്തുവാ? ചള്ളവെള്ളം, ചതുപ്പ് വെള്ളമില്ലേ? എങ്ങനെ ഇത് ഉണങ്ങിയത്? ആരാ ഇത് ഉണക്കിയത്? തമ്പുരാൻ നിനക്കൊരുക്കുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും, ഏറ്റവും മേൽത്തരമായിട്ടുള്ളതായിരിക്കും ദൈവം തമ്പുരാൻ നിനക്കൊരുക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഈ വഴിക്ക് എന്നെ വീതിയുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് 30 ലക്ഷം ജനങ്ങളും അവിടെ ആടുമാടുകളും കന്നുകാലികളും കോഴിയും ഇതെല്ലാം അക്കരെ
12 മൈൽ നടന്ന് അക്കരെ എത്തണമെങ്കിൽ ഈ വഴിക്ക് എന്തോ വീതി കാണണം. ഏറ്റവും വിശാലമായിരിക്കുന്ന വഴി ദൈവം നിനക്ക് ഒരുക്കുന്നത് ഏറ്റവും വിശാലമായ വഴിയായിരിക്കും. ഏറ്റവും മേൽത്തരമായിരിക്കും. പിശുക്കില്ലാത്ത ഒരുത്തരേ ഭൂമിയിലുള്ളൂ, അതെൻ്റെ ഉടയവനാ. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ചിറ 2 സൈഡിൽ വെള്ളം ചിറ പോലെ നിൽക്കുകയല്ലേ, ഇതിനകത്ത് മനുഷ്യനെ ഭക്ഷിക്കുന്ന കടൽ ജീവികളുണ്ടോ? ഉണ്ട്, ചെങ്കടലിലോ ഉണ്ട് അല്ലേ? ഈ കടൽ ജീവികൾ നോക്കുമ്പോൾ 30 ലക്ഷം മനുഷ്യരും ആടും കോഴിയും കന്നുകാലികളും ഈ വെള്ളത്തിനകത്തൂടെ പോകുന്നതായിട്ടല്ല ഈ ജീവികൾ കാണുന്നത്. ആണോ? അപ്പോൾ വിശന്നിരിക്കുന്നതായ ജീവികൾ ഇവരെ തിന്നാൻ ഇങ്ങനെ ആഞ്ഞു വരുമ്പോൾ ഇവിടെ വന്നപ്പോൾ ഒറ്റ ഇടി. എന്തിനേലിടിച്ചു? എന്തിനേലിടിച്ചു? വെള്ളത്തേലിടിച്ചു. വെള്ളത്തേലിടിച്ചാൽ വെള്ളം അവിടെ നിൽക്കുമോ? പലപ്പോഴും പിശാച് അലറുന്ന സിംഹം പോലെ നിന്നെ തകർക്കുവാൻ, നിന്റെ തലമുറയെ തകർക്കുവാൻ അലറി അടുത്തപ്പോൾ അതിനെ തടഞ്ഞൊരു ശക്തിയുണ്ട്. അതിൻ്റെ പേരാണ് കൃപ. ഹല്ലേലൂയ, കൃപ. ഒരു ശക്തിക്കും നിന്നെ തൊടാൻ സാധ്യമല്ല. ഒന്നിനും നിന്നെ നശിപ്പിക്കാനായിട്ട് കഴിയില്ല. ചെങ്കടൽ തുറന്നവൻ നിന്നെ അക്കരെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. മോശേ, നിന്റെ വടി കരത്തിലെടുക്കുക, ചെങ്കടലിന് നേരെ നിന്റെ കൈ നീട്ടുക. 3, ഗോ ഫോർവേഡ്. മുന്നോട്ട് പോകാൻ. മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകാനാ? വെള്ളത്തിലോട്ട്. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ അറച്ചു നിൽക്കാതെ മുന്നോട്ട് പോ. നിനക്ക് വേണ്ടി നിന്റെ യാത്രയിൽ വഴിയൊരുക്കുന്നതായിരിക്കുന്നതായ ഒരു നല്ല ദൈവമുണ്ട്. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി, അതാണ് ദൈവത്തിൻ്റെ കരുതൽ, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അറച്ചു നിൽക്കരുത്, അത് ദൈവത്തിന് ഇഷ്ടമല്ല. പോകാൻ പറഞ്ഞ പൊക്കോ, അത് ദൈവം നിന്നെ അത്ഭുതം. ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടക് കയറി അക്കരയ്ക്ക് പോകാം. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കടലിൽ പരിചയമുള്ളവരാണ് അല്ലേ? വള്ളത്തേലും ഒക്കെ പരിചയമുള്ളതായ ആൾക്കാരാണ്. അപ്പം പോയ പോക്കിന് ഇവരെന്തോ ഉണ്ടായി? കാറ്റും പ്രതികൂലം ഉണ്ടായി. ഇവർ ആദ്യം വിചാരിച്ചു എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇതിനെ അതിജീവിച്ചതാ, സാരമില്ലായിരുന്നു. പക്ഷേ അന്ന് അടിച്ചതായ കാറ്റിനെ അതിജീവിക്കാൻ ഇവർക്ക് കഴിവില്ലാതെ പോയി. ചില സമയത്ത് നിന്റെ കഴിവുകളെല്ലാം അസ്തമിച്ചു നിൽക്കും. പതറുതരുത്. അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചവൻ നിന്നെ അക്കരെ കൊണ്ടെത്തിച്ചിരിക്കും. എത്രല്ലാം തിരമാലകൾ അടിച്ചാലും അവൻ നിന്നെ അക്കരെ കൊണ്ടെത്തിച്ചിരിക്കും. എല്ലാ കഴിവുകളും പരാജയപ്പെട്ടു വള്ളത്തിനകത്ത്, പടകിനകത്ത് ഈ തുഴയെല്ലാം ഇട്ടേച്ച് ഞങ്ങളിവിടെ മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് നിരാശയോടുകൂടി കണ്ണടച്ചിരിക്കുന്നതായ ശിഷ്യന്മാർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരു വലിയ സത്വത്തെ കാണുന്നു. എന്തിനെ കണ്ടു? പൂരത്തെ കണ്ടെന്നു. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് വന്ന കുഴപ്പം എന്നറിയാമോ? തമ്പുരാൻ മുന്നേ വന്ന് നിന്നപ്പോഴും എന്താ പറയുന്നത്? 3.5 വർഷക്കാലം ഒന്നിച്ച് ജീവിച്ച്, ഒന്നിച്ച് പ്രവർത്തിച്ച്, ഒന്നിച്ച് ഭക്ഷിച്ച്, ഒന്നിച്ച് പഠിച്ചതായ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്? ഞാൻ ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ കൺവെൻഷൻ പോയാൽ രാത്രി തന്നെ തിരിച്ചു വരും. ചില സമയത്ത് 2 മണിക്കൊക്കെ ഞങ്ങൾ കോലഞ്ചേരി അങ്ങനെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 മണിക്കൊക്കെ വരും. 2 മണിക്കൊക്കെ വരുമ്പോൾ ഭാര്യ നല്ല കൂർക്കം വലിക്കും. ഞങ്ങൾക്കൊരു ഗുണമുണ്ട് കേട്ടോ. ഞാൻ കൂർക്കം വലിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അവൾ വലിക്കും, അവൾ വലിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ഞങ്ങൾക്ക് വലിക്കും. അതുകൊണ്ട് കൂർക്കം വലിയെപ്പറ്റി ഞങ്ങൾക്കൊരു വഴക്കില്ല. കൂർക്കം വലിച്ച് ഉറങ്ങുന്നതായ ഭാര്യയെ ഞാൻ ശല്യം കെട്ടാണെന്ന് വിചാരിച്ചാൽ ഞാൻ മെല്ലെ താക്കോലിട്ട് തുറന്ന് അകത്ത് കയറുന്നതിന് മുമ്പ് അവൾ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇടും. ഞാൻ ചോദിക്കേടി നീ എങ്ങനെ അടി, ഞാൻ വന്നെന്ന് നീ എങ്ങനെ അറിഞ്ഞത്? അവളെന്നോട് പറയാം, ബാബുച്ചാൻ്റെ മണം അടിച്ചാൽ എനിക്കറിയാം, ബാബുച്ചാൻ്റെ കാലിൻ്റെ പെരുമാറ്റം കേട്ടാൽ എനിക്കറിയാമെന്ന്. എൻ്റെ മണം അടിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് അറിയാമെങ്കിൽ
കാലിൻ്റെ പെരുമാറ്റം കേട്ടാൽ അറിയാമെങ്കിൽ എന്തുകൊണ്ട് ശിഷ്യന്മാർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി? എന്താ കാരണം അറിയാമോ? ഇവരിപ്പോൾ എവിടാ? നടയിൽ. ഇവരുടെ യേശു എവിടാ? ഇവരുടെ ചിന്തയിൽ യേശു എവിടാ? കരയ്ക്കല്ലേ. അപ്പം ഇവിടെ യേശു ഇനി അവരെ പ്രതീക്ഷിച്ചില്ല. നിന്റെ അസാധ്യതകളുടെ നടുവിൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിനക്ക് ഭൂതമായി തോരുവാൻ കാരണം എന്തറിയാമോ? നീ അവിടെ യേശുവിനെ പ്രതീക്ഷിച്ചില്ല. നിന്റെ ഏത് സാഹചര്യത്തിലും യേശുവിനെ നീ പ്രതീക്ഷിക്കണം. കർത്താവ് പറഞ്ഞു, ഓരോ ഭർത്താവ് ഭയപ്പെടേണ്ട, ഇത് ഞാനാന്ന് പറഞ്ഞപ്പോൾ പത്രോസിന് വലിയ ഉണർവുണ്ടായി. റാന്നിക്കാരെ പോലെ പത്രോസ് കൺവെൻഷനും കൂട്ടായ്മ വരുമ്പോൾ റാന്നിക്കാർക്ക് ഭയങ്കര ഉണർവ്. അച്ഛൻ എന്നോട് പെടുന്നരുത്. റാന്നിക്കാർക്ക് ഭയങ്കര ഉണർവ്. ഉപദേശി കാരെ കയറി അപ്പുറത്തിരുന്നതിന് മുന്നമേ ഞാനാന്ന് പറഞ്ഞാൽ പത്രോസ് ചാടിക്കയറി ഉണർവുണ്ടാക്കി ചാടി പറഞ്ഞു, ഗുരു നീ ആണെങ്കിൽ ഞാനും വെള്ളത്തിൻ്റെ മേളിൽ ഇത്ര നേരം പേടിച്ച് എന്തിനാ? ഈ വെള്ളത്തല്ലേ. ഇപ്പം ഇവനെന്താ പറയുന്നത്? ഈ വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് പോയാൽ എന്തോ പറ്റുമെന്ന് പത്രോസിന് അറിയാമോ? താഴിയല്ലേ. പക്ഷെ പത്രോസ് പറയുന്നത്, നീ ആണെങ്കിൽ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ഞാനും വരട്ടെ എന്ന് പറഞ്ഞു. കർത്താവ് എന്തോ പറഞ്ഞു? വരിക. ഈ വരിക എന്ന് പറഞ്ഞത് പത്രോസ് മാത്രമേ കേട്ടുള്ളൂ, അതോ വള്ളത്തിരിക്കുന്ന എല്ലാവരും കേട്ടോ? അല്ല സാറേ, ഉറങ്ങുന്നു. ആര് കേട്ടു? കേട്ട് കാണും. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയാണെന്ന് പറയും. എല്ലാവരും കേട്ട്. കാര്യം ദൂരെ എന്നാണ് പറഞ്ഞത്, ശബ്ദമുഖിതമായ അന്തരീക്ഷത പറഞ്ഞത്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ് എല്ലാവരും കേട്ടു. പക്ഷെങ്കിൽ ഒരുത്തൻ്റെ മാത്രമേ കാല് പൊങ്ങിയുള്ളൂ. ഇതാണ് വിശ്വാസം. ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെയും ഈ മാളിക മുറിയിൽ നിന്നുകൊണ്ട് അനേകം ദൈവവചനം കേൾക്കുന്നുണ്ട്. ദൈവവചനത്തിന് മുമ്പിൽ വിശ്വാസത്തോടുകൂടി നിന്റെ കാല് ചലിച്ചാൽ ഒരത്ഭുതം നീ കാണുക തന്നെ ചെയ്യും. പത്രോസ് കാല് പൊക്കി വള്ളത്തിൻ്റെ വക്കിനപ്പുറത്തോട്ടെടുത്ത് വെള്ളത്തിൽ ഒറ്റ ചവിട്ട്. സിമെന്റ് കയറിയ ചവിട്ടിയ അനുഭവം. അടുത്ത കാലെടുത്ത് വെച്ച് ഒരു കുഴപ്പമില്ല. 2, 3, 4 5ാമത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ എന്തോ പറ്റി? എന്തുകൊണ്ട് കാണും? നമ്മളെ വേദവസ്തം പഠിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ആരോടും പറയരുത്. ഇതുവരെ എനിക്കൊരു സെമിനാരിൽ പോയി പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരു ബൈബിൾ കോളേജ് പഠിപ്പിക്കാൻ സൺഡേ സ്കൂളിൽ ആകപ്പാട് 1 വർഷം. ഈ 76 വർഷത്തിനിടയിൽ 1 വർഷം മാത്രമേ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. വചനം പഠിക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് അതിനകത്ത് നിന്ന് തന്നെ ഉത്തരം കണ്ടെത്തണം. അങ്ങോട്ട് ചോദ്യം ഉത്തരം എടുക്കണം. ഞാനിപ്പോൾ ചോദിച്ചത് എന്തുവാ? എന്തുകൊണ്ടതാണ്? ഇതാ നമ്മൾ ഒന്നിച്ച് പ്രസംഗിക്കുക. അതിന് 3 ഉത്തരവാണ്. 1, പത്രോസ് ഈ വെള്ളത്തിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുമ്പോൾ പത്രോസിനകത്തൊരു ചിന്ത. അല്പം മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ ആ ബാലനെ കണ്ടെത്തി കൈയടി മേടിച്ച് ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് പേരെന്തുവാ? അവനെന്ത് ചെയ്യും? അവൻ വള്ളത്തെ, ഞാനോ വെള്ളത്തിന് മേളിൽ. യേശുവിനെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു പുള്ളി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവന് പേരെന്തുവാ? അവനെന്ത് ചെയ്യേ? ഞാനോ? അപ്പം അവനെ താഴ്ത്തി എന്നെ പോക്കി. നിഗളം വന്നാൽ താഴും. അനേക ദൈവദാസന്മാർ, കർത്തൃ ശുശ്രൂഷന്മാർ താണത് അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും പുറത്താണ്. 2, നടത്തിയുടെ പഴക്കം കൊണ്ടും തഴക്കം കൊണ്ടും കുറച്ച് നടന്ന് ശീലിച്ച പത്രോസ് വിചാരിച്ചു ഇനി അങ്ങോട്ട് നോക്കിയാലും കുഴപ്പമില്ല. അവൻ വള്ളത്തിൻ്റെ മേളിൽ കൂടെ കാലെടുത്ത് വെച്ച് അങ്ങോട്ട് നോക്കിയ യേശുവിനെ മൊത്തം നോക്കി. സ്റ്റെപ്പുകൾ വെച്ചത് എവിടോട്ട് നോക്കിയ? അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ച് അങ്ങോട്ട് നോക്കിയില്ലേലും കുഴപ്പമില്ല. കാര്യം സ്റ്റാരായി, പ്രസംഗമായി അല്ലേ? നോട്ടം തെറ്റിയാൽ എന്തോ പറ്റും? താഴും. 3, ഞാൻ ജനിച്ചത് മലബാറിൽ, നിലമ്പൂരിൽ. അവിടെ 10 ഏക്കർ സ്ഥലം വിട്ടിപ്പിടിച്ച് എൻ്റെ ഫാദറും 3 സ്നേഹിതരും കൂടെ ഒന്നിച്ച് തെളിച്ച് അവിടെ താമസിക്കുക. ചുറ്റോട് ചുറ്റും മുഴുവൻ കാടാണ്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഒരുപാട് കോഴികളുണ്ട്.
സന്ധ്യ ആകുന്നതിന് മുന്നേ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ അമ്മച്ചി കോഴിയെല്ലാം കൂട്ടിക്കയറും, അല്ലെങ്കിൽ രാത്രിയിൽ കുറുക്കം കൊള്ളും. എന്നാൽ ചില കോഴി, അനുസരണയില്ലാത്ത ചില കോഴി കൂട്ടിക്കയറാതെ എവിടെ കയറും? മരത്തിനെ മണ്ടയ്ക്ക്. അവൻ മരത്തെ നോക്കിക്കൊണ്ട് അമ്മച്ചി പറയാം, അത് അവിടെ ഇരുന്നോട്ട് കുഴപ്പം, ഈ മൃഗങ്ങളൊന്നും അവിടെ ചെല്ലിയല്ലോ, അതുകൊണ്ട് അവിടെ ഇരുന്നോട്ടം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ മുറ്റത്തിറങ്ങിയിട്ട് അമ്മച്ചി നെഞ്ചത്തൊരടി, എടാ മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന കോഴിയെ ആര് കൊണ്ടുപോയി? കുറുക്കൻ കൊണ്ടുപോയി. എങ്ങനെ ഈ കുറുക്കൻ കോഴിയെ കൊണ്ടുപോയത്? ഒന്നുകിൽ കുറുക്കൻ അവിടെ ചെല്ലണം, അല്ലെങ്കിൽ കോഴി എങ്ങനെ പിടിച്ചേ? കോഴി എങ്ങനെ പിടിച്ചു? മലബാർക്കാർ പറയുന്നതെന്നറിയാമോ? എത്തിപ്പിടിക്കാൻ കഴിയാത്ത കോഴിയെ നോക്കി കുറുക്കൻ താഴെ എന്നുകൊണ്ട് കണ്ണിങ്ങനെ ഉരുട്ടി കാണിക്കും. അവൻ നിലാവെളിച്ചത് കുറുക്കൻ്റെ കണ്ണ് തീക്കട്ട പോലെ ജ്വലിക്കും. അവൻ കോഴിക്കൊരു സംശയം, ഞാൻ താഴെ പോകുമോ? കാലെടുത്ത് വെച്ച് താഴെ പോകുമോ? അടുത്ത കാലെടുത്ത് വെച്ച് 2-3 ഡിസ്കോ കാണിച്ചപ്പോൾ എന്താ പറ്റി? അവൻ സംശയം വന്നാൽ താഴും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നോട്ടം തെറ്റിപ്പോകരുത്, പിന്നെ നിഗളിക്കരുത്, പിന്നെ സംശയം വരുത്. ഞാനിവിടെ പറയാൻ വന്നത്, ഈ ഒരു പുതിയ അനുഭവത്തിൽ നിൻ്റെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ ഇന്ന് രാത്രി മുന്നോട്ട് വെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പ്രബോധിപ്പിക്കുക. 2, ഒരു പുതിയ വിജയത്തിലേക്ക് നിന്നെ നടത്തുക. ഇന്നത്തെ വചനം കേട്ടതായിരിക്കുന്ന ദൈവമക്കളെ ഒരു പുതിയ വിജയത്തിലേക്ക് ദൈവം നമ്പരാൻ നടത്തുക. ശത്രു ഇതാ അവിടെ അമരുക. ഇനി 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 ഈ മിസ്രൈമിനെ നീ ഒരു നാളും കാണുകയെന്ന്. ഈ വഴിയെ ഇവരും കുറച്ച് ഓടിയില്ലേ അല്ലേ? ഫറവോനും കൂട്ടും കുറച്ച് ഓടിയില്ലേ? പക്ഷെ എന്തിയേ വമ്പൻ സ്രാവ് വന്ന് ഇടിച്ചിട്ടും തകരാത്തതായ മതില് ഫറവോന്റെ മണ്ടയ്ക്ക് ഉരുണ്ട് വീണു. മനസ്സിലായോ? തമ്പുരാന് പ്രവർത്തിക്കാൻ ചെറിയ നിസ്സാര കാര്യങ്ങളും മതി, പക്ഷെ ആ പ്രവൃത്തി അതിന് രക്ഷപ്പെടുവാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വിജയത്തിൻ്റെ ആരവാരവം, വിജയത്തിൻ്റെ സ്തോത്രം. എന്നെ തമ്പുരാൻ ഒരു പുതിയ വിജയത്തിലേക്ക് വഴി നടത്താൻ പോകുന്നത് പറഞ്ഞ് ഇന്ന് രാത്രി സ്തോത്രം പറയണം. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. ചെങ്കടലിന് നടുവിൽ ചെങ്കൽപ്പാതയൊരുക്കി വിജയകരമായി വഴി നടത്തുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദൂതന് മുമ്പിൽ എന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന എത്ര പേര് പ്രാർത്ഥിക്കും? 1 മിനിറ്റ് കണ്ണുകളെ അടച്ചാട്. എല്ലാവരും കണ്ണുകളെ അടച്ചാട്. 1 മിനിറ്റ് എല്ലാവരും കണ്ണുകളെ അടച്ചാട്. ഇന്ന് രാത്രിയിൽ അനവധിയായ പ്രതിസന്ധികളുടെ മുമ്പിൽ ചഞ്ചലപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. നീ പതറരുത്. നിന്നെ വിജയകരമായി നടത്തുവാൻ കഴിവുള്ള ദൈവമാണ്. എവിടെയെങ്കിലും ബന്ധങ്ങൾക്ക് ഉലച്ചിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ പറ, കർത്താവേ എൻ്റെ തകർന്ന ബന്ധങ്ങൾ ഞാൻ പുനഃസ്ഥാപിച്ചു കൊള്ളാമെന്ന് പറ. നിൻ്റെ കൂട്ടുവിശ്വാസികളെ നീ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ പറ്റണം, അത് ദൈവത്തിൻ്റെ കോപമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമയോതിര് അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാൻ നീ ബാധ്യസ്ഥനാ. ദൈവമക്കളുടെ വലിയ ഉത്തരവാദിത്തമാണ് സഹവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാറ്റിനേക്കാളുപരിയായി നിന്റെ ഭാരവുമായി ദൈവസേനയിൽ കമ്മന്നടിച്ച് കരഞ്ഞ് നിലവിളിക്ക്. ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം നിന്റെ കവിൾത്തറത്തിക്കടി ഒലിച്ചിറങ്ങുന്നതായ കണ്ണുനീർ ചാലുകളെ ഭാഷാരൂപത്തിൽ പിടിച്ചെടുക്കുന്ന ദൈവം, ആ ദൈവം ഇന്ന് രാത്രി നിനക്ക് മറുപടി തരികയാണ്. യാത്ര മുന്നോട്ട് പോ. ഒരു പുതിയ അനുഭവത്തിലേക്ക്, വിജയത്തിൻ്റെ ബന്ധാവിലേക്ക്, അല്ലെങ്കിൽ പുതിയ പ്രഭാതത്തിലേക്ക് നിങ്ങൾ യാത്ര തിരിക്കുവാൻ ദൈവാത്മാവിൽ നിന്ന് ആഹ്വാനം ചെയ്യാൻ ചെങ്കടലിന് നടുവിൽ ചെങ്കൽപ്പാതയൊരുക്കി വിജയകരമായി വഴി നടത്തുന്നതായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് ശാന്തമായി എഴുന്നേറ്റ് നാട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജീവിത സാഗരേ ഭാരങ്ങളാ എന്തോണി